ഈ ജീപ്പിനകത്ത് എത്ര പേര് ഇതിൽ കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ പോലീസ് ജീപ്പിനകത്തിരുന്ന് പുറത്തേക്ക് നോക്കാൻ വേറൊരു പെർസ്പെക്റ്റീവ് തന്നെ കിട്ടും. രസമാണത്. പിന്നെ എക്സ്പീരിയൻസസ് ഭയങ്കര വേരിയഡാ. എനിക്ക് അത്രയൊന്നും അറിയില്ലായിരുന്നു. ഇത്രയുമൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇത്രയൊക്കെ പരിപാടികൾ ചെയ്യാനുണ്ട് ഒരു രാത്രിയിൽ എന്നുള്ള സാധനം. പിന്നെ എനിക്ക് അതിന്റെ തുടക്കമൊക്കെ ഭയങ്കര പൊളിയായിരുന്നു. ആദ്യം ഞാൻ കയറിയിരുന്നപ്പോ അന്ന് ചാർജിലുള്ള SIക്ക് എന്നെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സംഭവം ഭയങ്കര റെഗുലർ നൈറ്റ് ഔട്ട് വിത്ത് ദ കോപ്സ്. ഞാൻ ആ വണ്ടിക്കകത്ത് ഇൻവിസിബിൾ ആയി. പിന്നെ ഞാൻ ബാക്കിലായിരുന്നു. അപ്പോ 3 പേരുണ്ടായിരുന്നു. ഒരു SI പുറകിലുണ്ടായിരുന്നു എന്റെ കൂടെ, പിന്നെ ഡ്രൈവർ. ഞാൻ ഡ്രൈവറെ നോക്കാനായിട്ടുള്ള ഒരു ആംഗിളിലാണ് ഇരുന്നത്. പിന്നെ SI ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ചെക്കിങ്ങിനായിട്ട് കുറച്ചു നേരം നിർത്തിയിട്ടു. അപ്പൊ മറ്റേ ചെക്ക് ചെയ്യുന്നത് ഇത് കുട്ടിക്കാനം പോകാനുള്ള റൂട്ടാണ്. അപ്പൊ കുറെ ഡൂഡ്സ് ബൈക്കിൽ വരുന്നുണ്ട്. ഇവരൊക്കെ മറ്റേ വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ എന്നെ ഒന്ന് കൈ കാണിക്കും. അപ്പൊ ആദ്യത്തെ 1-2 പ്രാവശ്യം SI എന്റെ തൊട്ട് മുമ്പിൽ ഇപ്പൊ ഉണ്ട്. സാർ ഇങ്ങനെ തിരിച്ച് കൈ കാണിച്ചു, ബാക്കിൽ ഞാനും കാണിക്കുന്നുണ്ട്. പിന്നെ 3 ഇങ്ങനെ നോക്കി എന്താ സംഭവം. പിന്നെ 2 ഡൂഡ്സ് ഫോട്ടോയും എടുത്തു. അപ്പോഴാണ് പുള്ളിക്ക് കത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ആക്ച്വലി സാധനം അത്ര ഹെൽപ്ഫുൾ ആയിരുന്നില്ല. കാരണം ഭയങ്കര ആത്മാർത്ഥതയോടെയായി പിന്നെ ഉള്ള വർക്ക് പരിപാടി. നമുക്ക് അതല്ലായിരുന്നു വേണ്ടത്. നമുക്ക് ഇവരുടെ ഒരു റെഗുലർ എവറിഡേ വെച്ചാൽ ഒരു നീണ്ട ദിവസത്തിന്റെ അവസാനം നമുക്ക് അറിയാം ഇവര് അവശരായിട്ടാണ് നിൽക്കുന്നത് ഈ രാത്രി. പക്ഷെ ഇത് ഇപ്പൊ ഒരു എനർജി ജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ആ ഒരു പരിപാടി വന്നു കഴിഞ്ഞപ്പോ. എങ്കിലും ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സാധനം ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രൈവർ പുള്ളി ഓരോ സ്ഥലത്ത് ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവറോട് നിൽക്കുമ്പോൾ പുള്ളി ഓരോ കഥകൾ പറഞ്ഞു തരും. ഇതുപോലെ എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.